റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകളും ധനസഹായങ്ങൾക്കായുള്ള അപേക്ഷകളുമാണ് അദാലത്തിൽ തീർപ്പാക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും റവന്യൂ സർവേ അദാലത്തുകൾ നടത്തും. പദ്ധതിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ലാൻഡ് റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് 45,000-ലധികം അപേക്ഷകളാണ് തിരുവനന്തപുരം ജില്ലയിലെ അദാലത്തിൽ ലഭിച്ചത്. കോടതിയുടെ പരിഗണനയിലുള്ളതൊഴികെയുള്ള പരാതികൾ അദാലത്തിൽ തീർപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു. 20% പരാതികളും കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന പരാതികളാണ് എന്നുള്ളതുകൊണ്ട് അത് നേരിട്ട് ഇടപെട്ട് അതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതേസമയം അദാലത്ത് പ്രഹസനമായിരുന്നുവെന്ന് ചിലർ പരാതിപ്പെട്ടു. കരമടയ്ക്കേണ്ടവരെ ഉൾപ്പെടെ അദാലത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയതായും പരാതി ഉയർന്നു. നമുക്ക് മുമ്പെയൊക്കെ നെയ്യാറ്റൻകരയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഭർത്താവിനൊക്കെ അവിടെ ആയിരുന്നെങ്കിൽ നല്ല എളുപ്പമായിരുന്നു. മനസ്സിലായ 2 ദിവസം കൊണ്ട് എൻ്റെ പറഞ്ഞു. ഞാൻ 2 ദിവസത്തിന് മുമ്പ് പോയി പറഞ്ഞു അദാലത്തിൽ വെച്ചിട്ടുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ കരമടച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നേരം ഇവിടെ നോക്കുകയാണ്, ആരും ഇതിനാണ് സഹകരിക്കുന്നില്ല. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ അദാലത്ത്? ഇന്ന് വില്ലേജ് ഓഫീസ് വഴി കൂടി അല്ലെങ്കിൽ താലൂക്ക് വഴി കൂടി ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. ഈ വെയിലത്ത് നിർത്തിയിട്ട് അകത്ത് വാ പുറത്ത് വാ, ഇതെന്തൊരു കളിക്കണതാ? തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിലെ അപേക്ഷകളാണ് ഇന്ന് പരിഗണിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.